പരാതിയും കേസും ഇല്ലാത്തതിനാൽ തന്നെ MLA ആയി തുടരട്ടെ എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതിനു മുൻപ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു നിയമസഭാ സാമാജികനെ അല്ലെങ്കിൽ പാർലമെന്റേറിയനെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്റെ അനുഭവത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളുടെ ഭാഗമായി ജയിലിലടക്കപ്പെട്ടവരുണ്ട്. ഇതൊക്കെയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ചില പെൺകുട്ടികൾ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മളെപ്പോഴും പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്. ഒരു പെൺകുട്ടി തനിക്ക് മാനഹാനി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ കള്ളത്തരം പറയാൻ സാധ്യതയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങളെല്ലാവരും. കാരണം ഇത് മറ്റൊരു വിഷയം പോലെയല്ല. ഇത് യഥാർത്ഥത്തിൽ ഈ മനോഭാവം എന്ന് പറയുന്നത് വെറും പുഴുക്കളെ പോലെ, സ്ത്രീകളെ കാണുന്ന കീടങ്ങളെ പോലെ, ഒന്നിനും തനിക്ക് ആസ്വദിക്കാൻ മാത്രമുള്ളതാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന് കരുതുന്ന മനോഭാവമുള്ള വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഉടമകളായിട്ടുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അത് തന്നെ ഏതോ ഒരു ചാനൽ വന്ന് ഒരു ആങ്കർ പറയുന്ന കേട്ടു, ഒരു ചെറുപ്പക്കാരി പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ. അത് ഏതാണിപ്പം എനിക്ക് ഓർമ്മയില്ല. അവര് പറഞ്ഞു, ഈ ശരിക്കു പറഞ്ഞാൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. അതാണ് സത്യം. അങ്ങനെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള, യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വാക്കുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ഇത്തരമൊരു സന്ദർഭം ഉണ്ടായിട്ട്, സംഭവം ഉണ്ടായിട്ട് രാജിവെച്ച് പോവുകയല്ലാതെ പിന്നെ എന്താ വേറെ വഴി? മറ്റൊരു സംഭവം ഇതിന് സമാനമല്ല. ഇതിന് സമാനമായ മറ്റൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. രാഹുല് MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പാലക്കാട്ടിലെ വോട്ടർമാര് ഇവിടെ ചെയ്യുന്ന ഏറ്റവും കടുത്ത വഞ്ചനയായിരിക്കും. വോട്ട് വാങ്ങുമ്പോൾ വലിയ വാക്കുകൾ പറഞ്ഞാൽ പോരാ, എന്തെല്ലാം തേനും പാലും ഒഴുകുന്ന വിധത്തിലുള്ള വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതാണ് പ്രവൃത്തി. അപ്പൊ വാക്കൊന്ന്, പ്രവൃത്തി വേറെ. ഇത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസുകാരുടെ ഇടയിൽ വളർന്നു വരുന്ന ഈ അധമമായ സംസ്കാരം നമ്മൾ തിരിച്ചറിയണം. ഈ തെറ്റെന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ ജയിലിലൊക്കെ പോയിട്ടുള്ള കേസുണ്ട്. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. അവിടെയൊന്നും ഞങ്ങൾ ഈ രൂപത്തിൽ സംസാരിച്ചിട്ടുമില്ല. ഈ കാര്യത്തിൽ പക്ഷേ ഒരു പെൺകുട്ടി നേരിട്ട് ഈ കാലികമായി ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശക്തമായിട്ട് തീർച്ചയായിട്ടും സമൂഹം കാണണം, എടുക്കണം, പ്രതിഷേധം അതിശക്തമായിട്ട് ഉയരണം എന്നുള്ളതാണ്. രാജിവെക്കാത്തടത്തോളം കാലം എങ്ങനെയാണ് CPM-ന് ഈ ഒരു കാര്യം? നിങ്ങൾ ഈ പാർട്ടിയിൽ തന്നെയുള്ള കുറെ MLA-മാരെ കുറിച്ച് പറയൂ. ഈ പാർട്ടിയിൽ തന്നെയുള്ള MLA-മാരെ കുറിച്ച് പറയൂ. വിൻസെന്റ് ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടില്ലേ? ഇതല്ല, ഇത് വിഷയം കുറ്റാരോപിതനായി കഴിഞ്ഞു എന്നുള്ളതിനെ പരിശോധിച്ച് കേസെടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ പോയിട്ട് ജാമ്യം വാങ്ങിയിട്ടുണ്ട്. അതില് എൽദോസ് ഇപ്പൊ MLA ആണ്, വിൻസെന്റ് MLA ആണ്. ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതാണ് മാധ്യമങ്ങൾ. അങ്ങനെ താരതമ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഇത് വ്യത്യസ്തമാണ്. ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മാധ്യമരംഗത്തുള്ള ഒരു പെൺകുട്ടിയാണിത്. തന്റെ ഇടത്തോടു കൂടിയാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചതല്ല. ഏതോ ഒരു ചാനൽ മാധ്യമത്തിൽ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടി തന്റെ ഇടത്തോടുകൂടി, ഏഷ്യാനെറ്റിലാണല്ലേ, ഏഷ്യാനെറ്റിൽ പ്രവർത്തിച്ച ഒരു പെൺകുട്ടിയാണ്, കോൺഗ്രസിന്റെ തന്നെ ഒരു പെൺകുട്ടിയാണ് തന്റെ ഇടത്തോടുകൂടി വന്ന് പറയുന്നത്. ഇത് മറ്റേതിൽ വ്യത്യസ്തമാണ്. കുറ്റം ആര് ചെയ്താലും, അത് മുകേഷ് ആവട്ടെ, വേറൊരാവട്ടെ, അത് ഞാനാവട്ടെ, ആര് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്ക നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാതിരുന്നിട്ടൊന്നുമില്ല. ചിലർ കേൾക്കുന്നുണ്ടാവില്ല. നമ്മൾ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുണ്ട് ചില വിഷയങ്ങളിൽ.